പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 24. പ്രധാന വാർത്തകൾ. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്ക വിലായത്തിൽ ഒരു വീട്ടിൽ നിന്നും 2241 കുപ്പി ലഹരി പാനീയങ്ങൾ ഒമാൻ കസ്റ്റംസ് അധികൃതർ പിടിച്ചെടുത്തു. ഒമാൻ കസ്റ്റംസിന്റെ കംപ്ലയൻസ് ആൻഡ് റിസ്ക് അസസ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെടുക്കുന്നത്. നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഒമാൻ കസ്റ്റംസ് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് തീർത്തും നിരാശാജനകവും ഏകപക്ഷീയവുമാണെന്ന് കൈരളി ഒമാൻ പ്രസ്താവനയിൽ പറഞ്ഞു. പ്രവാസികളുടെ ക്ഷേമത്തിനോ പുനരധിവാസത്തിനോ ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാത്ത ബജറ്റ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കേരളത്തെ പാടെ അവഗണിച്ച ബജറ്റായിരുന്നു മന്ത്രി അവതരിപ്പിച്ചത്. കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിച്ചത് മാപ്പർഹിക്കാത്ത വിവേചനമാണ്. എന്നാൽ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. പ്രകൃതി ദുരന്തം അനുഭവിക്കുന്ന പ്രത്യേക സംസ്ഥാനങ്ങളിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പരിഗണന നൽകിയില്ല. വർഷങ്ങളായി കേരളം ആവശ്യപ്പെടുന്ന പദ്ധതികളോടെല്ലാം അവഗണനയാണ്. ഇത്തവണയും അതിന് മാറ്റമുണ്ടായില്ല. സംസ്ഥാനങ്ങളെയെല്ലാം ഒരുപോലെ പരിഗണിക്കണമെന്ന ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നത്. സ്വന്തം ഭരണം നിലനിർത്താൻ മബേല സൗത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ പാർക്ക് നിർമ്മിക്കാൻ മസ്കത്ത് നഗരസഭ സഊദ് ബിൻ ഹിലാൽ അൽ സബ്രി കമ്പനിയുമായി ഇത് സംബന്ധിച്ച് ധാരണയിലെത്തി. 20 വർഷത്തെ കരാറിലാണ് പദ്ധതി പ്രദേശം സ്വകാര്യ കമ്പനിക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. നഗരസഭാ ചെയർമാന്റെ കാർമ്മികത്വത്തിൽ നഗരസഭയിൽ നടന്ന ചടങ്ങിൽ കരാർ ഒപ്പുവെച്ചു. 31,182 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പാർക്ക് നിർമ്മിക്കുക. സമൂഹത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താവുന്ന വേറിട്ട സംവിധാനങ്ങൾ പാർക്കിലുണ്ടാകും. നടപ്പാത, സൈക്കിൾ പാത, കുട്ടികളുടെ കളിസ്ഥലം, പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ, സ്പോർട്സ് കോർട്ടുകൾ, ടേബിൾ ടെന്നീസ് സംവിധാനം, ആംഫി തിയേറ്റർ, മറ്റു പരിപാടികൾ ഒരുക്കാവുന്ന വേദികൾ, കിയോസ്കുകൾ, കഫേകൾ, വിശ്രമമുറികൾ, കാർ പാർക്കിംഗ്, പ്രാർത്ഥനാ ഏരിയ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നതാകും പദ്ധതി. പാർക്കിനോട് ചേർന്നൊരുക്കുന്ന പബ്ലിക് സ്ട്രീറ്റിൽ ദിവാനിയ ഒമാനി സ്വീറ്റ്സ് ഫാക്ടറിയും സ്ഥാപിക്കും. ഒമാന്റെ തനത് രുചികളും വിഭവങ്ങളും നുകരാൻ ഇവിടെ സൗകര്യമൊരുങ്ങും. സ്വദേശികൾക്ക് നിരവധി തൊഴിലവസരങ്ങളാണ് പദ്ധതിയിലൂടെ ഒരുങ്ങുകയെന്നും നഗരസഭാ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി പറഞ്ഞു. സീബ് വിലായത്തിലെ ഒരു ഫാമിൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ 2300 കിലോഗ്രാം പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഒമാൻ കസ്റ്റംസ് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. ഖരീഫ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള പുസ്തകമേളയ്ക്ക് തുടക്കം. നഗരസഭയുമായി ചേർന്ന് സൗത്തേൺ സെയിൽ എക്സിബിഷൻസ് സലാല സുൽത്താൻ ഖാബൂസ് യൂത്ത് കോംപ്ലക്സ് ഫോർ കൾച്ചർ ആൻഡ് എന്റർടൈൻമെന്റ് സെന്ററിൽ ഒരുക്കിയ പുസ്തകമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം താഖ വാലി ഷെയ്ഖ് താരിഖ് ഖാലിദ് അൽ ഹിനായി നിർവഹിച്ചു. ആദ്യ ദിനങ്ങളിൽ തന്നെ കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി ആളുകളാണ് ഇവിടെ എത്തിയത്. ഒമാനിൽ നിന്നും വിദേശത്തു നിന്നുമായി 35ഓളം പ്രസാധക സ്ഥാപനങ്ങളും പുസ്തകശാലകളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്ര കൾച്ചറൽ ഇനീഷ്യേറ്റീവിന്റെ ടീം ഒരുക്കുന്ന സാംസ്കാരിക പരിപാടികൾ മേളയുടെ ആകർഷണമാണ്. സംവേദനാത്മക സെഷനുകളും മീറ്റിംഗുകളും പുസ്തകമേളയിൽ നടക്കുന്നുണ്ട്. പുസ്തകമേളയോടനുബന്ധിച്ച് മറ്റു പ്രത്യേക പരിപാടികളും അധികൃതർ സംഘടിപ്പിക്കുന്നുണ്ട്. ഷർക്കിയ എക്സ്പ്രസ് വേ പദ്ധതിയുടെ ഭാഗമായുള്ള സൂർ അൽ ഖാമിൽ പാതയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. നിലവിലെ പാത ഇരട്ടിപ്പിച്ചാണ് എക്സ്പ്രസ് വേയുടെ ഭാഗമാക്കുന്നത്. തെക്ക് വടക്ക് ഷർക്കിയ ഗവർണറേറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാത. അൽഖാമിൽ മുതൽ സൂർ വരെയുള്ള 52 കിലോമീറ്ററും സൂർ റൗണ്ട് എബൌട്ടിൽ നിന്നും സൂർ പ്ലാസ വരെയുള്ള 3 കിലോമീറ്ററും ഇരുഭാഗങ്ങളിലേക്കും രണ്ടുവരിപ്പാതയായി വികസിപ്പിക്കും. 68 ദശലക്ഷം റിയാൽ ചെലവിലാണ് റോഡ് വികസനം. മയക്കുമരുന്നുമായി 4 പ്രവാസികൾ അറസ്റ്റിൽ. 1200 പാക്കറ്റ് ഗാട്ടാണ് പിടിച്ചെടുത്തത്. നർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺട്രോൾ വിഭാഗം സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കടത്ത് പിടികൂടിയത്. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്. മയക്കുമരുന്നിനെതിരെ പ്രദേശത്ത് പരിശോധനയും നടപടിയും ശക്തമാക്കിയിട്ടുണ്ട്. അറസ്റ്റിലായവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു.
ബംഗ്ലാദേശിലെ നിലവിലുള്ള സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇവിടേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഒമാൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവിടേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബംഗ്ലാദേശ് സന്ദർശനം ഒഴിവാക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. നിലവിൽ ബംഗ്ലാദേശിലുള്ള ഒമാനി പൗരന്മാർ അടിയന്തര സാഹചര്യങ്ങളിൽ ധാക്കയിലെ ഒമാനി എംബസിയുമായി ബന്ധപ്പെടാനും മന്ത്രാലയം നിർദ്ദേശിച്ചു. വിദേശത്തുള്ള ഒമാനി പൗരന്മാരുടെ സുരക്ഷിതത്വവും ക്ഷേമവും ഉറപ്പാക്കാൻ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ബംഗ്ലാദേശിൽ സർക്കാർ ജോലികളിലെ സംവരണത്തിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായി തുടരുകയാണ്. ധാക്കയിൽ പ്രതിഷേധക്കാർ ജയിലിന് തീയിട്ടു. 100-ലേറെ തടവുകാരെ മോചിപ്പിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. നിരവധി പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം പ്രതിഷേധങ്ങൾക്കിടെ ഇതുവരെ 64 പേർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. ബംഗ്ലാദേശ് മൊബൈൽ ഇന്റർനെറ്റ് നിരോധനം തുടരുകയാണ്. പ്രവാസികളെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ചത്. പ്രവാസികൾക്ക് നിരാശ മാത്രം നൽകിയ ബജറ്റിനെതിരെ പ്രവാസികൾക്കിടയിലും പ്രതിഷേധം ശക്തമാണ്. ഗൾഫ് നാടുകൾ ഉൾപ്പെടെ വിദേശത്ത് തൊഴിലെടുക്കുന്ന ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലായ പ്രവാസികളെ തുടർച്ചയായി നിരാശപ്പെടുത്തുന്ന കേന്ദ്രം ഇത്തവണയും പതിവിൽ മാറ്റം വരുത്തിയില്ല. പ്രവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനോ വിമാന കമ്പനികളുടെ ചൂഷണം തടയുന്നതിനോ ആവശ്യമായ യാതൊരു കാര്യവും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കുള്ള പുനരധിവാസ പദ്ധതികൾ, പ്രവാസികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന പ്രതീക്ഷയിലിരുന്ന പ്രവാസികളോട് കരുണയില്ലാത്ത നയം കാണിക്കുകയായിരുന്നു ഇത്തവണയും കേന്ദ്ര ബജറ്റ് പൂർവ്വ ചർച്ചകൾക്കായി പ്രവാസി കൂട്ടായ്മകൾ പല നിർദ്ദേശങ്ങളും നേരത്തെ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചുവെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. പ്രവാസി ക്ഷേമം മുൻനിർത്തിയുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, പ്രത്യേകം ഒരു ഫണ്ടും പ്രവാസികൾക്കായി നീക്കിവെച്ചിട്ടില്ല. ഓരോ വർഷവും വൻതുക അയച്ച് ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് മുതൽക്കൂട്ടാകുന്ന പ്രവാസികളുടെ ക്ഷേമത്തിനുള്ള ആലോചന പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നത് നിരാശാജനകമാണെന്ന് പ്രവാസി സംഘടനകൾ പ്രതികരിച്ചു. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കുടിയേറ്റ നിയമം ഉൾപ്പെടെ ആവിഷ്കരിക്കണമെന്നും പ്രവാസലോകം ആവശ്യപ്പെടുന്നു. വടക്കൻ പാത്തിന ഗവർണറേറ്റിലെ സുവൈക്കിൽ കാലാവധി കഴിഞ്ഞ മുട്ടയും മനുഷ്യ ഉപയോഗത്തിന് യോഗ്യമല്ലാത്ത ചീസും മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച സ്ഥാപനത്തിന് താഴിട്ട് നഗരസഭ. കാലാവധി കഴിഞ്ഞ ചീസ്, ഫുഡ് കളറിംഗ് വസ്തുക്കൾ, 54 പെട്ടി പഴകിയ മുട്ടകൾ തുടങ്ങിയവ ബേക്കറിയിൽ നിന്നും കണ്ടുകെട്ടി. അടിസ്ഥാന ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനാലാണ് സ്ഥാപനത്തിനെതിരെ പിഴ ചുമത്തുകയും അടച്ചുപൂട്ടുകയും ചെയ്തതെന്ന് വടക്കൻ പാത്തിന നഗരസഭ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നഗരസഭകളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധനകൾ നടന്നുവരികയാണ്. ദിവസങ്ങൾക്കിടെ നിരവധി നടപടികളാണ് അധികൃതർ സ്വീകരിച്ചത്. മസ്കത്തിൽ നിന്നും സലാലയിലേക്കുള്ള പാതയിൽ ഗത്ബിത് പ്രദേശത്തെ റോഡിൽ രൂപപ്പെട്ട ഗർത്തം സംബന്ധിച്ച് സുരക്ഷാ മുന്നറിയിപ്പ് നൽകി ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം. റോഡിന്റെ ഒരു വശത്തുണ്ടായ കുഴിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതുവഴി കടന്നുപോകുന്നവർക്ക് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത്. ആദമിനും ഹൈമയ്ക്കുമിടയിൽ ഗത്ബിത് പ്രദേശത്തെ റോഡിൽ ഗർത്തം സംബന്ധിച്ച് സൂചനാ ബോർഡ് സ്ഥാപിച്ചതായും യാത്രക്കാർ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും റോയൽ ഒമാൻ പോലീസും നിർദ്ദേശിച്ചു. ഒമാനിൽ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഇറക്കുമതിക്ക് നിരോധനം വരുന്നു. സെപ്റ്റംബർ 1 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിൽ വ്യക്തമാക്കി. ഒമാൻ കസ്റ്റംസ് വിഭാഗവുമായി സഹകരിച്ചാണ് നടപടി. നിയമം ലംഘിച്ച് പ്ലാസ്റ്റിക് ഇറക്കുമതി ചെയ്യുന്നവരിൽ നിന്ന് 1000 റിയാൽ പിഴ ഈടാക്കാം. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. പ്ലാസ്റ്റിക് ഫ്രീ ഒമാൻ നടപടികളിലേക്ക് നീങ്ങുകയാണ് രാജ്യം. ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കാനാണ് നീക്കം. ഈ മാസം 1 മുതൽ ഫാർമസികളിലും ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ വന്നിരുന്നു. പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുമായാണ് പ്ലാസ്റ്റിക് നിരോധനമെന്ന് പരിസ്ഥിതി വിഭാഗം വ്യക്തമാക്കുന്നു. ഘട്ടം ഘട്ടമായാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാക്കുക. 2027 ജൂലൈ 1 പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാൻ മാറും. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം ഉത്തരവ് ബാധകമാണ്. നിയമലംഘകർക്ക് 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും. കുറ്റം ആവർത്തിക്കുന്നവരുടെ മേൽ പിഴ ഇരട്ടിയാകുമെന്നും ഒമാൻ പരിസ്ഥിതി വിഭാഗം അറിയിച്ചു. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണം കൂടി ലക്ഷ്യമിട്ടാണ് വിവിധ സർക്കാർ വിഭാഗങ്ങളുടെ നടപടി.
മസ്കത്ത് ഇന്ത്യൻ എംബസി ഇന്ത്യ ഒമാൻ ബിസിനസ് ടു ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. ഷെറാട്ടൺ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വികസന അതോറിറ്റി സെക്രട്ടറി ഡോക്ടർ സുധാംശുവിൻ്റെ നേതൃത്വത്തിൽ കാർഷിക ഭക്ഷ്യമേഖലകളിൽ നിന്നുള്ള 27 ഇന്ത്യൻ കമ്പനികളും 30-ലധികം ഒമാനി കമ്പനികളും പങ്കെടുത്തു. ഇന്ത്യൻ കയറ്റുമതിക്കാരും ഒമാനി ഇറക്കുമതിക്കാരും തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയത്തിന് പരിപാടിയായി. അരി, കോഴി, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ ഇന്ത്യ മികവ് പുലർത്തുന്ന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും നടന്നു. ഒമാൻ കൃഷി, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയം അഗ്രികൾച്ചറൽ ആൻഡ് ഫിഷറീസ് മാർക്കറ്റിംഗ് ഡയറക്ടർ ജനറൽ ഡോക്ടർ മസൂദ് ബിൻ സുലൈമാൻ അൽ അസ്രി, ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടർ ബോർഡ് അംഗം എഞ്ചിനീയർ ഹുസൈൻ ഹസൻ അലി അബ്ദുൽ ഹുസൈൻ, ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടർ ബോർഡ് അംഗം റദ ജുമാ അൽ സാലിഹ്, വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് ഡയറക്ടർ ലുബ്ന അൽ ഹർത്തി എന്നിവർ വിശിഷ്ടാതിഥികളായി. ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് പറഞ്ഞു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രധാന അവസരങ്ങളും തന്ത്രങ്ങളും ഉയർത്തിക്കാട്ടുന്ന ഭക്ഷ്യ, കൃഷി, സമുദ്ര മേഖലകളെക്കുറിച്ചുള്ള സമഗ്രമായ വിപണി പഠന റിപ്പോർട്ട് അംബാസിഡറും അതിഥികളും ചേർന്ന് പുറത്തിറക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.